നമസ്തേ. സുഭാഷിതം. ശുചിത്വം ത്യാഗിദാശൗര്യം സാമാന്യം സുഖദുഃഖയോഃ ദാക്ഷിണ്യം ചാനുരക്തിച്ഛ സത്യദാ ച സുഹൃദ്ഗുണാഃ. ശുചിത്വം, ത്യാഗം, ശൗര്യം, സുഖദുഃഖങ്ങളെ ഒരുപോലെ കാണാനുള്ള കഴിവ്, ദാക്ഷിണ്യം, സ്നേഹം, സത്യസന്ധത എന്നിവയാണ് സുഹൃദ്ഗുണങ്ങൾ. നല്ല ഹൃദയത്തിൻ്റെ ഗുണങ്ങളാണ്. നല്ല ഹൃദയമുള്ളവരുടെ ഗുണങ്ങളെക്കുറിച്ചാണ് ഇപ്പം ഇവിടെ പറഞ്ഞത്. ശുചിത്വം എന്ന് പറയുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ശുചിത്വം എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുമുള്ള ശുചിത്വമായിരിക്കണം. ഇപ്പോൾ വാക്കിലുള്ള ശുചിത്വം, ശരീരത്തിലുള്ള ശുചിത്വം, പ്രകൃതിയിലുള്ള നമ്മുടെ ചുറ്റുപാടുമുള്ള ശുചിത്വം, എല്ലാ തരത്തിലുമുള്ള ശുചിത്വം അത്യാവശ്യമാണ്. അങ്ങനെയുള്ളവരാണ് നല്ല ഹൃദയമുള്ളവർ. പിന്നെ പറഞ്ഞത് ത്യാഗമനോഭാവം. ചില കാര്യങ്ങൾ ത്യജിക്കാനുള്ള മനോഭാവം ഉണ്ടായിരിക്കണം. എല്ലാം ആ തരത്തിലുള്ളവരാണ് ഇവിടെ നല്ല ഹൃദയമുള്ളവർ എന്ന് പറയുന്നുണ്ട്. പിന്നെ ശൗര്യം എന്ന് പറയുമ്പോൾ ദേഷ്യഭാവമല്ല. പിന്നെയോ ആവശ്യമുള്ള സമയത്ത് ശൗര്യം ഉണ്ടാവണമെങ്കിൽ ശൗര്യം ഉണ്ടാവണം. അത്തരത്തിലുള്ള സ്വഭാവമാണ് നല്ല ഹൃദയാലുക്കളുടെ സ്വഭാവം എന്നിവിടെ പറയുന്നത്. പിന്നെ സുഖദുഃഖങ്ങളെ ഒരുപോലെ കാണാനുള്ള കഴിവ്. സുഖമുണ്ടാകാം, ദുഃഖമുണ്ടാകാം. സുഖമുള്ള സമയത്ത് കൂടുതൽ സന്തോഷിക്കുകയോ ദുഃഖമുള്ള സമയത്ത് കൂടുതൽ കഷ്ടപ്പെടുകയോ വിഷമിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. സുഖം വരുമ്പോൾ ദുഃഖമുണ്ടാകും, ദുഃഖം വരുമ്പോൾ സുഖം ഉണ്ടാകും. ഇത് വളരെ സമമായി തുല്യമായി കാണാനുള്ള ഒരു മനോഭാവം. അങ്ങനെയുള്ളവരെ ഹൃദയങ്ങളാണ് നല്ല ഹൃദയങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ സ്നേഹം, എല്ലാവരോടും സ്നേഹമായിരിക്കണം. സമാജത്തിലോടും സസ്യലതാദികളോട് സ്നേഹം എന്ന് പറയുമ്പോൾ, സസ്യലതാദികളോട് എന്തിനാ സ്നേഹം എന്ന് പറയുമ്പോൾ, ആ സസ്യങ്ങൾക്ക് വെള്ളം കൊടുക്കുകയും വളം കൊടുക്കുകയും ഒക്കെ വേണ്ടേ. ചരാചരങ്ങളോട് സ്നേഹം വേണം. നമ്മളെ സ്വന്തക്കാരോട്, മാതാപിതാക്കളോട്, ഗുരുക്കന്മാരോട്, ബഹുജനങ്ങളോടൊക്കെ സ്നേഹമായിരിക്കണം. സ്നേഹമായി പെരുമാറുമ്പോൾ കിട്ടുന്നത് തിരിച്ച് സ്നേഹം കിട്ടും. അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ പറയുന്നത് സത്യസന്ധത. നമ്മുടെ മനുഷ്യരുടെ ഒരു ജീവിതത്തിൽ അവരനുഭവിക്കുന്ന ഓരോ സന്ദർഭങ്ങളും ഓരോ സാഹചര്യങ്ങളിലും മാക്സിമം നമ്മുടെ ഏറ്റവും സത്യസന്ധമായ നിലപാടുകളിലൂടെ സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരെ സുഹൃദ് ഗുണം, നല്ല ഹൃദയമുള്ള ആ ഗുണമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. നല്ല ഹൃദയമുള്ളവർ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമസ്തേ.